ആരാ വന്നിക്കണേ പിയ കുട്ടിയോട് മീമിന്റെ വൃത്തി പോയിക്കോ ഹൈ 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 സന്തോഷം അല്ലോ അല്ലോ ആരെ കാണാനാ അമ്പനെ കാണാൻ നസീനെ കണ്ട അപ്പ അമ്പനെ ഓർമ്മ വരും ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ കൈ പിടിച്ചു കൊണ്ടാ ഫുഡ് കഴിക്കാൻ പപ്പനോട് വരാൻ പറ അതാ അമ്മ വന്നിക്കണേ ചാടി കളിക്കണ നോക്കി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നുള്ളത് ഹൈലൈറ്റ്സ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും. എന്തായാലും അത് വഴിയെ കാണാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫെല്ല ബേബീൻ്റെ ഫോട്ടോ. അപ്പോൾ അതിൽ ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഇൻസ്റ്റഗ്രാമിലും ഇതെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നത് എവിടെ നിന്ന് വാങ്ങിച്ച ഡ്രസ്സാണെന്നുള്ളത്. ഞാൻ ഓൾറെഡി അവളുടെ വീഡിയോയിൽ കാണിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ തയ്ച്ചതാന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ചിഞ്ചു ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഷീനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഓൺലൈനായിട്ട്. അപ്പോൾ അതിൻ്റെ മിഡിയും ബാഗും ക്ലിപ്പും ഒക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. അത് എന്തെന്നാണെന്ന് വെച്ചാൽ അപ്പൂസിൻ്റെ ഒരു പാൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ തയ്ച്ചെടുത്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടൈപ്പ് ഡ്രസ്സും ബൂട്ടൊക്കെ ഇട്ടിട്ടുള്ളത്. ഞാനിങ്ങനെ കുറേ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഓൺലൈനിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് തന്നെ അത് ചെയ്ത് നോക്കാമല്ലോ എന്ന്. അങ്ങനെ സെറ്റാക്കി എടുത്ത ഡ്രസ്സാണിത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മച്ചി കുട്ടി കണ്ണട നോക്കട്ടെ സ്റ്റൈലുണ്ടോന്നോ ഈ വാ ഒക്കെ വൃത്തിയായി. എൻ്റെ കുട്ടിക്ക് ഇതൊന്നും ചേരൂല. എത്ര എണ്ണം ഉണ്ടടി ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്നും ഇടോ ഈ എന്താണ് വെല്ലെന്നത് ഇതിട്ടോ ബട്ടർഫ്ലൈ ഇതിട്ടോ പ്ലീസ്. നല്ല കുട്ടിയല്ല അമ്മച്ചിൻ്റെ കുട്ടിയല്ല എന്നത് ഇട്ടോ. നല്ല സുന്ദരി അയക്കണേ പ്ലീസ്. പെണ്ണത് നല്ല ഭംഗിയുണ്ട് വല്ല കുട്ടിയെ. ഈ പെൺകുട്ടിയാണെന്ന് വിചാരിച്ചതിനാ. ഒരു പെൺകുട്ടി ഉള്ളതാണെങ്കിൽ ആൺകുട്ടീൻ്റെ ഡ്രസ്സ് ഇടണ ഇഷ്ടം. ഇടണില്ലമ്മ മുടിമേലൊന്നും ഇടണില്ല. ഇടാൻ സമ്മതിക്കണില്ല. കൊടുത്തിട്ട് ഓടി. ഇന്ന് ഞാൻ ഫെല്ലക്കുട്ടീനെ എൻ്റെ ഉമ്മാൻ്റെയും എളിയമ്മമാരൊക്കെ കൂടെ കല്യാണത്തിന് പറഞ്ഞയക്കാണ്. അങ്ങനെ സാധാരണ പറഞ്ഞയക്കാറൊന്നുമില്ല, എങ്ങോട്ടും ഞാനില്ലാതെ പോകാറില്ല. ഇനിയിപ്പോൾ പോയാൽ തന്നെ എന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഉമ്മച്ചി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ കുറേയൊക്കെ മാറി കേട്ടോ. ഇപ്പോൾ എന്നെക്കാളും കൂടുതൽ ഇവരൊക്കെയാണല്ലോ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര അറ്റാച്ച്മെൻറ്റുമാണ്. ഇപ്പോൾ ഞാൻ വേണമെന്നൊന്നുമില്ല, ഞാൻ ഇല്ലാതെ തന്നെ എല്ലാവരും കൂടെ പോകും. പിന്നെ ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു കേട്ടോ ഒറ്റയ്ക്ക് പറഞ്ഞയക്കാൻ. ഇപ്പോൾ കുറച്ചുകൂടെ വലിയ കുട്ടിയായല്ലോ. പിന്നെ മാത്രമല്ല എനിക്ക് കുറേ പരിപാടികളുണ്ട്, എഡിറ്റിംഗ് ഉണ്ട്. പിന്നെ കിട്ടണം കുറച്ച് സമയം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കൂടെ വല്യമ്മ ഉണ്ട് കേട്ടോ. ബാക്കി എല്ലാവരും കല്യാണത്തിന് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ആൾ. നല്ല ഹാപ്പി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ചിലപ്പോൾ ഉമ്മൊക്കെ വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടെ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചേ. അല്ല ഉമ്മച്ചി വരണില്ല, ഈ പോവുക ഉമ്മച്ചി ഇല്ല. തനു കയറിക്കോളും. ചാള വിടാ പിയ. കദളി വാഴ കയ്യിലിരുന്ന് കുറേ നേരമായി കാക്ക വിരുന്ന് വിളിക്കണ്. എന്നെ കണ്ടപ്പോൾ നിർത്തി. മനസ്സിലായിക്കണ് കാക്കേ ആള് വരണുണ്ടെന്ന്. മിണ്ടിടില്ല, കുട്ടി മിണ്ടിടില്ല. വാഴൻ്റെ കയ്യിലിരുന്നിട്ടല്ല കേട്ടോ, പാഷൻ ഫ്രൂട്ടിൻ്റെ നെറുകയിലിരുന്നിട്ടാണ്.
ആ കാക്കയാണ് കേട്ടോ കുറുകണ, കണ്ട കുറുകണ്. വാഴൻ്റെ കയ്യിലല്ല, വാഴൻ്റെ അടുത്തുള്ള പപ്പായൻ്റെ കയ്യിലാണ്. ആ എന്താ കുറുകല്. ഈ സംഭവം ഞാൻ ശരിക്കും വിശ്വസിച്ചിട്ടമ്മ. ഞങ്ങൾ വാണിയന്നൂരിൽ നിന്നൊക്കെ ഈ കാക്ക എപ്പോൾ കുറുകുന്ന അന്നൊക്കെ വിരുന്നേര് വരും. എങ്ങനെ ഇതിന് മനസ്സിലാവണില്ലേ? അവിടെ ഇരുന്ന് കുറുകലോട് കുറുകല് പണ്ട് മുതലേ ഉള്ളൊരിതല്ലേ. അതാ കുറുകണ്. എന്താ വന്നിരിക്കുന്നു ഫിയ. ഫിയ ഫിയ അമ്മച്ചിനെ കൊണ്ടുപോവാതെ പോയില്ലേ? അല്ല പെപ്പോ ചൂച്ചൊക്കെ ഇവിടെ. ചൂച്ച എവിടെ? ചൂച്ച നല്ല അടിപൊളി ചുരിദാറൊക്കെ ഇട്ടിക്കണ. ഇന്നില്ലേ നമ്മളെ വീട്ടിൽ നിന്ന് ഉമ്മ ഇപ്പം നസിയും ഷെമിയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കുറേ ഇങ്ങനെ ഫെല്ലക്കുട്ടീനെ കാണണമെന്ന് പറയണത്. ഇന്നലെ ഇപ്പോൾ ഷോൺ ബേബിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അവർ. ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവളെ പുറത്തേക്ക് നിർത്തണ്ട, ഞങ്ങളവിടെ പുറത്ത് വന്നിരിക്കുമ്പോൾ അവളങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, റിയാക്ഷൻ എന്താണെന്ന് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്നലെ അവർ ഷോണിൻ്റെ അടുത്ത് പോയപ്പോൾ ഷോണിന് ഭയങ്കര നാണോ സന്തോഷമോ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ഇവളുടെ എന്താണെന്നുള്ളത് അറിയാൻ അവിടെ ഇരിക്കുന്നവർക്ക്, അവർ രണ്ടുപേരുണ്ടല്ലോ അവിടെ, ഷെഫിയും സാമുക്കെ, അവർക്ക് ഇവിടുത്തെ വീഡിയോസ് ഇങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അഥവാ അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചീത്തൊക്കെ തുടങ്ങും. പറയാം. അപ്പോൾ അമ്മ അവിടെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണ തിരക്കിലാണ് കേട്ടോ അവർക്ക്. ഹലോ, എക്സ്ക്യൂസ് മീ, എന്താ പരിപാടി? ഇതെന്താണ്? കച്ചയ്യേ? അതെന്താ കച്ചയ്യ? ചെയർ. എന്താണ് ചെയർ? കസാരയെന്ന് ചോദിച്ചാൽ അപ്പോൾ പറയും ചെയർന്ന്. നോക്ക്, ഇതാരതാണ്? അപ്പൂച്ചിൻ്റെതാണിത്. ഇതാരതാണ്? ഫിയൻ്റെതാണ്. ലാ പറയാൻ നമുക്ക് ഇപ്പോഴും പഠിച്ചിട്ടില്ല കേട്ടാ. ബാക്കി എല്ലാ അക്ഷരങ്ങളും അറിയാം. ഴ വേണമെങ്കിൽ പറയും, ങ വേണമെങ്കിൽ പറയും, പക്ഷെ ലാ പറയില്ല. യെസ്. ആപ്പിളോ? ആപ്പിൾ അല്ലത്, സ്ട്രോബെറിയാണ്. സ്ട്രോബെറി. അതെന്താ? എന്താണത്? കോക്കോമെലണോ? അത് കോക്കോമെലണൊന്നല്ല. എന്താണ്? ബോളാ? എവിടെ ബോള്? എവിടെ? ബോളാണ്. കേക്ക്. ഐ ലവ് യു ഒക്കെ ഉണ്ടല്ലോ. ഐ ലവ് യു എന്ന് പറഞ്ഞേ. ഐ ലവ് യു മമ്മി. ഐ ലവ് യു മമ്മി. പാടിക്കാം. ബേബി ബേബി കളിച്ച. ബേബി 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 വാട്ട് ആർ യു ഡൂയിങ് ബേബി. ബേബി 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 നീ വാട്ട് ആർ യു ഡൂയിങ് ബേബി. ആരെ കല്യാണം? ആരെ കല്യാണം? നിനുവിൻ്റെ കല്യാണം. നിനുവിൻ്റെ കല്യാണം കഴിഞ്ഞു, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, കല്യാണം വരുന്നുള്ളൂ. ഏതാണ്? ചക്കരമാവിലെ കാക്കച്ചി പെണ്ണിന് കല്യാണം. പഠിക്കാം. നീ ഏത് പാട്ടാ? ഇനി ഇത് കണ്ണാന്തും. അയ്യേ അപ്പിയാ, ഉമ്മാനോട് വിളിക്കും, ഉമ്മാനോട് പറ ബാത്റൂമിലും ചെല്ലേ. ഇത് പാടോ? കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ. പാട്. എന്നോട് ഇഷ്ടം കൂടാമോ. മൈ ഗോഡ്. ഇനി ഏത് പാട്ടാ? ഏത് പാട്ടാണ്? മമ്മമ്മ പഠിപ്പിച്ചെന്ന് ഏത് പാട്ടാ? തന്നെന്നം താനെന്ന പഠിപ്പിച്ചെന്ന്. അപ്പൊ കണ്ണാൻ തുമ്പി ആരാ പഠിപ്പിച്ചെന്ന്? പോപ്പി. അപ്പൊ ഉമ്മച്ചി ഏത് പാട്ട് പഠിപ്പിച്ചെന്ന്? ഐ ലവ് യു.
മമ്മി വെരി ഗുഡ് ക്ലാപ്പ് 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 ക്ലാപ്പ്. അപ്പൊ വാപ്പച്ചി പാടുന്ന ഒരു പാട്ടില്ലേ, ചെല്ലക്കുട്ടി ചെല്ലക്കുട്ടി കുഞ്ഞാലിക്കുട്ടി വെല്ലക്കുട്ടി ചെല്ലക്കുട്ടി, അങ്ങനെയാണ് വാപ്പച്ചി പാടുക പാട്ട്. അപ്പൊ ഷോണുവിന്റെ പാട്ട് ഏതാ? ഷോണുവിന്റെ അതാ ഉദ ആ അതാ ഉദ ആ ടരരാ അതാ ഉദ ആ. അല്ലാന്ന് പറഞ്ഞ അല്ല പടച്ചോനേന്ന് പറ. അല്ല പടച്ചോനെ. കയ്യെവിടെ? കാലെവിടെ? പോയാ? ടാസ്ക് ആണ് മക്കളെ, ടാസ്ക്. ഫിയന് ഡ്രസ് ചെയ്യിക്കല് ടാസ്ക്. ഫിയ അല്ലാന്ന് പറഞ്ഞ ടോച്ചർ. ടോച്ചർ അല്ല, ഇത് പാൻ്റാണ്. പാൻറ് കൊണ്ടൊരു കച്ചായ ഉണ്ട്. ആ ചെയർ. അതിൻ്റെ ഇടയിൽ അതിനൊരു ഉമ്മയും കൊടുത്ത് ആ കൊടുത്താളെ ബോബുവിന്. ആ ആ എന്താണ് ഫെല്ലൻ്റെ കയ്യിൽ എന്താ? ഡോഗ്. ഓക്കെ. ആരാ വന്ന് ആരാ വന്നിക്കണേ? പിയ കുട്ടിയോടെ കുട്ടിയോടെ ചാടി കളിക്കണൊക്കെ നോക്കട്ടെ. ഇതാരാ? അപ്പുറത്ത് നോക്കി, അപ്പുറത്ത് നോക്കി. അപ്പൊ ഞാനാരാ? താൻ ആരാണെന്ന് തനിക്കറിയില്ല. ആരാണ്? ആരാണ് പിയ? അതാരാണ്? ബാക്കിൽ ആരാണ്? അപ്പുറത്ത് നിൽക്കണ ആരാ? അതാരാ? ഫെല്ല. അപ്പതാരാ? അമ്മമ്മ. ഹൈ 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 ചാടി കളിക്കണ. ഇതൊക്കെ എന്താണ്? ഇതെന്താ സംഭവം? ഇതെന്താ? ഇതെന്താ? ടൈറ്റായി. വെല്ലടി കേട്ടോ ഓടിയതാണ്. ആരെങ്കിലും വെല്ലടിക്കാൻ കാത്തുക്ക ഓടാന്. അതാര് തന്നേ? അതാ അമ്മമ്മ തന്നെ അതെന്തൊക്കെയാ എടുക്കണേ? വെട്ടി ഓർക്കണേ. പറഞ്ഞാണ് ഹൈവ. അതൊക്കെ അവിടെ വെക്കട്ടെ. എന്താ? മേമിക്കാണ് മേമിക്കാണ് ട്ടാ. ചാടി കളിക്കണ്. കുഴപ്പമൊന്നുമില്ല, സുഖം. ഞാൻ ഇന്നലെ പുതിയങ്ങാടിന്ന് കണ്ടപ്പോ 2 വാങ്ങി. 2 അതൊന്നും ചെയ്ത്. അല്ല ഞങ്ങളോട് പറയാൻ വിചാരിച്ചതായിരുന്നു. വാങ്ങി നന്നായി. ആ ഇല്ല വാങ്ങിയിട്ടില്ല. മുന്നോട് പറഞ്ഞ മുന്നേ മറന്ന് അന്ന്. മേമീന്റെ മുടുത്ത് പോയിക്കോ. ഹൈ 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 ഹൈ. ബാബുവിന്റെ ടൊട്ടോട്ടോ ഉണ്ടെന്ന്. ബാബുവിന്റെ ടൊട്ടോട്ടോ ഉണ്ടെന്ന്. ടേസ്റ്റ് ഉണ്ടാ? ടേസ്റ്റ് ഉണ്ടാ ഫിയ? ടേസ്റ്റ് ഉണ്ടാ? മേമിയെ
നോക്കുക ടേസ്റ്റിയാ കുഞ്ഞാ ടേസ്റ്റിയാ ഇന്നലെ നമുക്ക് സോണിന്റെ അടുത്ത് പോയി ഇറങ്ങാൻ നേരത്ത് ആള് കഴിച്ചു തന്നെ നിങ്ങളെ കൂടെ വരാനാവൂലേ? പിന്നെ അവിടുന്ന് പിന്നെ അതെ ഞാൻ കണ്ട് വീഡിയോസ് കണ്ട്. ഞാൻ നിങ്ങൾ ഇന്നലെ വരുന്നുണ്ടാവും വിചാരിച്ചു. മുന്നേക്ക് മെസ്സേജ് അയച്ചാൽ മുന്നേ അറിഞ്ഞില്ലേ വരൂല. ഇന്നലെ നിങ്ങൾ ഇങ്ങോട്ട് വരുമോന്ന് വിചാരിച്ചു. ഇനി അവര് പോവാണാല കേട്ടാ. പോവാണ് പോയിക്കോട്ടെ പോയിക്കോട്ടെ അവര് പോവാണാല പോവാണെന്ന് പറഞ്ഞപ്പോ മാമ പോയിക്കോട്ടെ. ഇങ്ങോട്ട് പോരെ മമ്മമ്മ പോയിക്കോട്ടെ. ഉമ്മച്ചി ഇങ്ങോട്ട് എടുത്താളെ അവളെ. ഇങ്ങോട്ട് പോരെ. ഇങ്ങോട്ട് പോരെ. വാ 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 ഇങ്ങോട്ട് പോരെ. ഓരോന്ന് കാണിച്ചിരുന്നാ സന്തോഷം. പപ്പ പോയിക്കോട്ടെട്ടാ. പപ്പ പോയിക്കോട്ടെ. പോണ്ടാന്ന് എല്ലാം പോണാ. ഉറങ്ങിക്കോ പിയ മാവ ഉറങ്ങിക്കോ പോയിട്ട് ഞങ്ങൾ പോകും ചേട്ടാ. വലിച്ചോണ്ടോണ്ട് കേട്ടോ. നോക്കട്ടെ അല്ലോ അവളെ കുറച്ച് ഷോകളുണ്ടാവും. ബിന്ദു പണിക്കരാവുകയാണ് അവള് ബേബി ബേബിന്റെ കാലില്ല. ഹലോ ഗൈസ്, നിങ്ങൾ എങ്ങോട്ടാ? നമ്മളെങ്ങോട്ടാ ഗൈസ് പറയൂ. ആരെ കാണാനാ? അമ്പനെ കാണാൻ. നസീനെ കണ്ട അപ്പമ്പന ഓർമ്മ വരും. പച്ചു എന്ത് പച്ചുവിനെന്താ ഇംഗ്ലീഷ് പറയാ? എന്താ പറയാ? എന്താണ് പച്ചുവിന് ഇംഗ്ലീഷിൽ അമ്പ. ചൗ കൗവേന്ന് വിളിക്കൂ. എന്തിനെ കാണാൻ പോവാ? കൗവിനെ കാണാൻ പോവാ കേട്ടാ. ഒരു കൗവ എവിടെ പോയാ? എങ്ങോട്ട് പോയി? കാക്കനെയാണ്. എന്തോ വലിയ പരുന്താ വലിയ എന്തോ ആണല്ലോ. അല്ല കിതച്ച് കുറച്ച് നടന്നപ്പോഴേക്ക് വീടാ. ഉണ്ട്. എന്താണ് എന്നാ ഇറക്കിക്കോ, നടന്നോട്ടെ. കുഴപ്പമില്ല. അവിടുന്ന് ഇറക്കി തരും. ആകെ പുറത്തിറങ്ങണ പൂതിയാണ്. കച്ചായ കഷായം എന്നറിയണ പോലെ ഉണ്ട്. അവള് ഇരിക്കേണ്ടത് അവിടെ. അവള് ഇരുന്നിരുന്ന അപ്പൊ പപ്പ എവിടെ ഇരിക്കുക? പപ്പ ഇനിയിപ്പോ എവിടെ ഇരിക്കുക? എവിടെ? മടിയിലാ? പപ്പനോട് ഇരിക്കാൻ പറയ്. ഇങ്ങനെ പേരക്കുട്ടി കേറി ഇരിക്കുകയാണ്, ഒരു ബഹുമാനം ഇല്ലാതെ. പപ്പനോട് ഇരിക്കാൻ പറയ്. പപ്പാക്ക് ഇരിക്കാൻ സ്ഥലം കൊടുക്ക്. അവിടെ ഇരിക്കാൻ ആ സൈഡില്. ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചായ അല്ല, ഫുഡ് കഴിക്കാൻ വരാൻ പറയും. ഫുഡ് ദിലീപ് പറയണ ഒരു ഫുഡ്. എന്നാ കൈ പിടിച്ച് കൊണ്ടുവരേ ഫുഡ് കഴിക്കാൻ. എല്ലാരെയും കൈ പിടിച്ച് കൊണ്ടാ.
ഫുഡ് കഴിക്കാൻ പപ്പപ്പാനോട് വരാൻ പറയും. ആ മെമ്മീമേ എല്ലാവരും വാ ആ പപ്പ വാ ഫുഡ് എന്നറിയ ഫുഡ് ഉണ്ടെന്ന് അറിയ. ഹായ് അപ്പം അമ്മമ്മ എവിടെ പോയി അമ്മമ്മ എവിടെ പോയി? പോയാലോ അമ്മമ്മ പോയോക്ക്. അമ്മമ്മനെ വിളിച്ചൂട്. അതാ അമ്മമ്മ വന്നിക്കണേ. ചാടി കളിക്കണോക്കി. ഫുഡ് എന്താ കൈ പിടിച്ചോ മമ്മമാരെ കൈ പിടിക്കേ. റജിയാമ്മക്കില്ലേ ഫുഡ്? മമ്മമ്മ തിന്നട്ടെ ഇങ്ങോട്ട് റജിയാമ്മ തിന്നാ മതി. ആദ്യം മമ്മമ്മ തിന്ന. ഇവിടെ ഫുഡ് എവിടെ വെച്ചിക്കണത്? അവിടെ അല്ല, ഫുഡ് ഇവിടെയാണ്. ടേബിൾ മേൽ ഇവിടെയാണ് ഫുഡ് ഇവിടെയാണ്. പപ്പ ഇവിടെ? പപ്പ വന്നിട്ടില്ല. കച്ചാരയിൽ ഈയാണ് ആദ്യം കയറി ഇരിക്കണ. വന്നവരല്ലേ കയറ്റിരുത്തണ്ടി. ഹായ് ആദ്യം അവള് കേറിയിട്ടാ. നിങ്ങൾ വേണമെങ്കിൽ ഇരുന്നോളി. ചപ്പാത്തി നല്ല എപ്പയാണ് ചപ്പാത്തി തിന്നാന്. പൊറോട്ട കണ്ടിട്ട് ഇപ്പൊ ഇങ്ങക്ക് പ്രത്യേകം ഉണ്ടാക്കിയതാ ചപ്പാത്തി. പൊറോട്ട എടുക്കാൻ പാടില്ല കേട്ടാ. അതാ വെല്ലക്കുട്ടിക്ക് അതാ കുഞ്ഞി പാത്രം. ഇനി എന്താ വേണ്ടിയത്? നിങ്ങൾ ഇരുന്നോളൂ, എനിക്ക് ഇപ്പൊ വേണ്ട. നിധി കിട്ടിയോലെ. ഇത് കർഷകന്റെ തോട്ടം നോക്കി നിങ്ങള് വന്നോക്കി. ആപ്പിളൊക്കെ ഉണ്ട്. ചില്ലറ കർഷകനൊന്നല്ല. പാഷൻ ഫ്രൂട്ട് ഒക്കെ പച്ചയാണ് തോന്നണല്ലേ. ഉണ്ടാ ഒരു ചേമ്പിന്റെ ഇല. ചേമ്പിന്റെ ഇല. അതാ പാഷൻ ഫ്രൂട്ട്. ഇപ്പാക്ക് കൊടുക്കാം. എന്നടി നീ ഉണ്ടാ? എന്ത് നല്ല അടിപൊളി പാഷൻ ഫ്രൂട്ടാണ്. കവറൊന്നും ഇല്ലല്ലോ. ഇപ്പൊ തോട്ടം കാണാൻ വരികയാണോ? അവിടെ കണ്ടാ ഇല്ല. ഇപ്പ ആരുണ്ടാക്കിയെന്നറിയോ? എല്ലാതും പെണ്ണുങ്ങളെ മാത്രം ആശ്രയിക്കരുത്. ഇതൊന്നല്ല, അതാ മനുഷ്യൻ ഉണ്ടാക്കിയതാ. ഇങ്ങോട്ട് ഇങ്ങക്കും ഉണ്ടാക്കിക്കൂടെ അല്ലേ? എല്ലാത്തിനും ഉമ്മാനെ ആശ്രയിക്കണ്ട. മൊബൈലും കയ്യില് ആപ്പിളിന്റെ കയ്യിലൊക്കെ പിയ മാമന്ന് എന്താ കുടിക്കണില്ല? ആ മിഠായി ഇപ്പൊ കൊടുത്തതാണ്. അമ്മച്ചിക്ക് മിഠായി തന്നാളെ. മിഠായി ഇങ്ങോട്ട് തന്നാളെ. ഓർക്കിഡ് അമ്മച്ചിക്ക് ഇപ്പൊ നോക്കാനൊന്നും വയ്യ. നെസ്സി കൊടുത്താളെ. നെസ്സിന്റെ അടുത്ത് കൊടുത്താണ്.
നല്ല മറ്റേ നമ്മൾ മദ്രസയിൽ പോയിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ കിട്ടും. അപ്പോഴെന്താ ഇതിനിപ്പോൾ പാഷൻ ഫ്രൂട്ട് എന്ന് പറയാം. അന്ന് ഞങ്ങൾ സർബത്തും കായാന്ന് പറഞ്ഞു അല്ലേ? ആ, പഞ്ചസാര ഇട്ട് കഴിക്കും. ഇപ്പൊ പിന്നെ നമ്മൾ ഫാഷനിൽ പാഷൻ ഫ്രൂട്ട്. എനിക്കറിയില്ല, സർബത്ത് കലക്കുന്ന പോലല്ലേ, അതാണ് സർബത്തും കായ. ഭയങ്കര തള്ളല്ല പോപ്പി, ഭയങ്കര തള്ളല പോപ്പി, ഭയങ്കര തള്ളല. മടുത്തതാ കറിവേപ്പില. എന്താ അങ്ങനെ കേടുവരണേ? മഴ പെയ്തിട്ടാണ്. അതിനെന്തെങ്കിലും ചെയ്യാനുണ്ടാവോ? ഹലോ, എവിടക്കാണ്? മേമിയെ പോവാന്ന്. ഉമ്മച്ചില്ല ഇങ്ങോട്ട് പോരെ. ഫെല്ലക്കുട്ടി പോണില്ല. അപ്പൊ അത് വരാനുള്ള തയ്യാറെടുപ്പിലാട്ടോ മോളെ. എങ്ങിട്ടാണ്? ചൂവൊന്നുമില്ല. ഫെല്ല പോയിക്കോ. ഉമ്മച്ചി വരണില്ല കേട്ടാ. ഇങ്ങനെയാണോ കാണാം? ഓക്കെ, പോവാ. എന്താ ഉമ്മച്ചി വേണ്ട, മമ്മച്ചി ഇവിടെ നിന്നോട്ടെ. മമ്മ ഇവിടെ നിൽക്കാണ്. കുപ്പായി തരാം, പുതിയ കുപ്പായി, ബാഗുള്ള കുപ്പായം. മമ്മ വരണ്ട, ബിച്ചാനെ വരണ്ട്. പറഞ്ഞോണ്ടി മമ്മ വരണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാൻ വരണ്ട്. മമ്മ വരണ്ട്, വിളിക്കാൻ വരണ്ട്. നാളെ ഉമ്മച്ചി വേണ്ട. എന്താണ്? എവിടക്കാണ് പെല്ല? ഉമ്മ വരണ്ട്. മരുന്ന് അപ്പൊ ഞാൻ വേണ്ട വേണ്ട നിന്നെ ഉമ്മച്ചി വേണ്ട നിൽക്കും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങള്. പിന്നെ അവർ യാത്ര പറഞ്ഞ് പോകുന്ന നേരം ഫെല്ലക്കുട്ടീനെ പതുക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കരഞ്ഞ് ബഹളം ഉണ്ടാക്കും. പിന്നെ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തിയാണ്, ഒരുപാടുണ്ട്. ഞാൻ മാക്സിമം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കുറേ ഭാഗങ്ങളൊക്കെ, പക്ഷെ എല്ലാം ഒന്നും ഒഴിവാക്കാൻ തോന്നിയില്ല എനിക്ക്. പിന്നീടും കാണാൻ പറ്റിയ രസകരമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പിന്നെ എനിക്കെന്തോ കട്ട് ചെയ്ത് കളയാൻ തോന്നിയില്ല. പിന്നെ ചിലരൊക്കെ പറയാറുണ്ട് എത്ര വേണേലും ലെങ്തി വീഡിയോസ് ഇട്ടോ കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ബോറടിച്ചോന്ന് അറിയില്ല. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ എന്നത്തെ പോലെ പറഞ്ഞറിയിക്കണം കേട്ടോ. കഴിഞ്ഞ വീഡിയോക്ക് ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നിങ്ങളെ കമൻസൊക്കെ പറഞ്ഞറിയിക്കുക. ഞാൻ പറ്റുമ്പോഴൊക്കെ ചില കമൻസൊക്കെ സെലക്ട് ചെയ്തിട്ട് വായിക്കാം, എന്നിട്ട് അതിൻ്റെ ഉത്തരമൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം. മിക്കവാറും എൻഗേജ്മെൻറ്റ് വീഡിയോ ആയിരിക്കും അടുത്തത്. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.